രാഹുൽ ഈശ്വരൻ്റെ ഒരു മറുചോദ്യം, ഈ MLA ഇപ്പോൾ ഭരണകക്ഷിയിലെ MLA ആണല്ലോ. ഈ ഭരണകക്ഷിയിൽ തന്നെയാണ് സാംസ്കാരിക വകുപ്പുള്ളത്. ആ സാംസ്കാരിക വകുപ്പിൻ്റെ കയ്യിലാണ് ഈ 52 പേർ കൊടുത്തിരിക്കുന്ന മൊഴികൾ രഹസ്യമായി സൂക്ഷിക്കുന്നത്. ആ രഹസ്യമൊഴികൾ സാംസ്കാരിക വകുപ്പ് കണ്ടാൽ ഭരണകക്ഷിയിൽപ്പെട്ട MLAക്ക് ആക്സസ് ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ കരുതണോ രാഹുൽ ഈശ്വർ? ശ്രീ അരുൺജി വളരെ ബഹുമാനത്തോടെ ചോദിച്ചോട്ടെ, ഇതൊക്കെ വെറും ടെക്നിക്കൽ ആർഗ്യുമെന്റ് അല്ലേ? മുകേഷ് MLA ആയിരുന്നുകൊണ്ട് ഇതിനെ സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് ചോദിക്കും. MLA സാറിനെ രാജിവെച്ചാൽ സ്വാധീനിക്കാൻ കഴിയില്ലേ? ഉമ്മൻചാണ്ടി സാറിനെതിരെ ആരോപണം വന്നു. ഒരു നിമിഷം, ആ MLA ഇപ്പോൾ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിലെ അംഗമാണ്. അതെ, ചലച്ചിത്ര നയരൂപണ സമിതിയിലെ അംഗം. അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം വന്നല്ലേ ഉള്ളൂ. ഇപ്പൊ നാളെ CPM അദ്ദേഹത്തെ കേൾക്കാൻ തീരുമാനിച്ചു. അതിനെയാണ് ഏത് ചലച്ചിത്ര രംഗത്തെയാണോ, ഏത് മേഖലയാണോ നവീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലൈംഗികാരോപണത്തിൽ നേരിടുന്ന ഒരു MLA ആ കമ്മിറ്റിയിലെ അംഗമായി തുടരുന്നത് ശരിയാണോ രാഹുൽ? ഒരുപക്ഷെ CPM അത് പിടിച്ചു വെക്കുന്നത് കുറെ കൂടെ സമ്മർദ്ദം ശക്തമാകുമ്പോൾ അതങ്ങ് ഒഴിപ്പിക്കാൻ വേണ്ടിയായിരിക്കും. അതൊക്കെ അവരുടെ രാഷ്ട്രീയ തന്ത്രം. അതെനിക്ക് മനസ്സിലായി. പക്ഷേ ഇനി എനിക്കറിയേണ്ടത് ഇത് ശരിയാണ്. രാഹുൽ പറഞ്ഞതുപോലെ ഒരുപാട് വ്യാജ ആരോപണങ്ങളും ഇതിനിടയിലൂടെ നുഴഞ്ഞു കയറുന്നുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകിയിരിക്കുന്ന 52 സ്ത്രീകളുണ്ട്. ആ 52 പേരും വിവിധ മേഖലകളിൽ ദുരിതമനുഭവിച്ചിട്ടുള്ളതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് പല ഘട്ടങ്ങളിലായി. അതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ പൂർണ്ണമായി നമ്മുടെ കയ്യിൽ കിട്ടിയില്ലെങ്കിലും അത് സർക്കാരിൻ്റെ കയ്യിലുണ്ട്. നടപടി വേണ്ടേ? തീർച്ചയായിട്ടും വേണം. അവിടെയാണ് ഈ എക്സ്പ്ലോയിറ്റേഷനും സത്യമാണ്. നമ്മൾ പലപ്പോഴും പേഴ്സണലി അറിയുന്നതും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ നടപടി വേണം. പക്ഷേ അവിടെ ഒരു കാര്യം കൂടെയുണ്ട്. ഇത് കമ്മീഷൻ അല്ല, ഇത് കമ്മിറ്റിയാണ്. അതായത് കമ്മീഷന് കുറെ കൂടെ വിപുലമായ അധികാരങ്ങളുണ്ട്. കമ്മീഷൻ പോലും സെക്ഷൻ 8B കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് പ്രകാരമേ പ്രവർത്തിക്കാൻ പറ്റൂ. 8Bയിൽ പറയുന്നത് എനിക്കെതിരെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ എന്റെ മറുപടി കൂടെ കേട്ട് നാച്ചുറൽ ജസ്റ്റിസ് നൽകിയിട്ട് മാത്രമേ അത് വെളിയിൽ വിടാൻ പാടുള്ളൂ എന്നാണ്. അവിടെയാണ് സെപ്റ്റംബർ 10 ഹൈക്കോടതി എടുക്കുന്ന നിലപാട് വളരെ പ്രധാനവും പ്രസക്തവുമാവും. പക്ഷെ ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, ആരോപണം വന്നുകൊണ്ട് ആരെയും മാറ്റരുത്. മീ ടു പോലെ മെൻ ടൂവും വേണം. വ്യാജ ആരോപണം ഉണ്ടെങ്കിൽ പ്രതിരോധിക്കാനാകണം. 53.2% ഫോൾസ് റേപ്പ് കേസസ് ഉണ്ടെന്ന് ഡൽഹി കമ്മീഷൻ ഫോർ വുമന്റെ ഒരു സ്റ്റഡി കഴിഞ്ഞ ദശാബ്ദത്തിലുണ്ട്. രാഹുൽ ഈശ്വർ, 53% ഫാൾസ് റേപ്പ് കേസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതായത് 100-ൽ 47 കേസുകൾ ശരിയാണ്. കേസുകൾ സ്ത്രീകൾക്കെതിരെ പുരുഷന്മാർ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണ്, ശരിയല്ലേ? 100-ൽ 47 അങ്ങനെയല്ല, സ്ത്രീകൾ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണ്. 53.2% ഫോൾസ് റേപ്പ് കേസുകളും 47% ശരിയായ കേസുകളുമാണ്. അതായത് 100-ൽ 47 ശരിയായ കേസുകളുണ്ട് എന്നാണ് താങ്കൾ പറയുന്നത്. ഇനി തിരിച്ചൊന്ന് ചിന്തിക്കൂ. ആര് പീഡിപ്പിച്ച കേസാ? പുരുഷൻ സ്ത്രീയല്ലേ? തിരിച്ച് അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വറിന്റെ കയ്യിൽ എത്ര സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്? തിരിച്ചെന്ന് പറഞ്ഞാൽ 53% ഫോൾസ് റേപ്പ് കേസാണ്. തിരിച്ച് പീഡിപ്പിച്ച കേസ് എത്രയുണ്ട്? സത്യസന്ധമായ കേസ് എത്രയുണ്ട്? ഇനി അല്ല, അതെന്തിനാ നിൽക്കുന്നത്? നമ്മുടെ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഒരു പ്രൊഡ്യൂസർക്കെതിരെ വ്യാജ റേപ്പ് കേസ് വന്നില്ലേ? ഒരു പെൺകുട്ടിയെ പീരീഡിന്റെ സമയത്ത് വയറ്റി ചവിട്ടി അവളെ റേപ്പ് ചെയ്തു എന്ന വ്യാജ റേപ്പ് കേസ് വന്നില്ലേ? കോടതി വിധിക്കുന്നതിന് മുമ്പ് താങ്കൾ എങ്ങനെയാണ് വ്യാജമാണെന്ന് വിധിച്ചത്? കോടതിയുടെ വിധിന്യായത്തിൽ, ഇദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കൊടുത്ത വിധിന്യായത്തിൽ ഇവർ തമ്മിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് എഴുതി വെച്ചത്? വ്യാജമാണെന്ന് എഴുതി വെച്ചോ? പ്രൊഡ്യൂസർ വിജയബാബു ആണെങ്കിൽ വിജയബാബുവുമായി ബന്ധപ്പെട്ട കേസിൽ കോടതി ജാമ്യം നൽകുമ്പോൾ രാഹുൽ, കോടതി ജാമ്യം നൽകുമ്പോൾ ഇതൊരു വ്യാജ പരാതിയാണ് എന്ന് കോടതി കുറിച്ചിട്ടുണ്ടോ? ഇതൊരു വ്യാജ പരാതിയാണെന്ന് കോടതി കുറിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ കോടതി പറയാത്ത കാര്യം രാഹുൽ പറയും. കോടതി പറയാത്ത കാര്യം രാഹുൽ എങ്ങനെ പറയും? ഉമർ ലുലുവിനെതിരെ റോള് കൊടുക്കാത്തോണ്ട് ഒരു പെൺകുട്ടി വ്യാജ റേപ്പ് കേസ് കൊടുത്തതല്ലേ? അതാണല്ലോ. നോക്കൂ, നിങ്ങൾക്ക് രാഹുൽ നിങ്ങൾക്ക് അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ഥാനക്കയറ്റം വാഗ്ദാനം ചെയ്തോ, നിങ്ങളൊരു മിഠായി വാഗ്ദാനം ചെയ്തോ, നിങ്ങളൊരു വിവാഹം വാഗ്ദാനം ചെയ്തോ, നിങ്ങൾ ഏതു തരത്തിലുള്ള ഫാൾസ് ആയിട്ടുള്ള പ്രോമിസ് കൊടുത്തൊരു പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധം നടത്തിയാലും അതൊരു കുറ്റകൃത്യമാണ്.
രാഹുൽ അറിയില്ലേ? ആണ് സാർ. പക്ഷെ ഇവർ തമ്മിൽ വ്യക്തിബന്ധം ഉണ്ടായിരുന്നു. ഇവർ തമ്മിൽ അതാവട്ടെ, പക്ഷെ നോ എന്ന് പറയുന്ന ഒരു നിമിഷം രാഹുൽ നോക്കൂ, രാഹുൽ നമ്മളുടെ ഏറ്റവും വലിയ കാര്യം അതാണ്. നമ്മളുടെ ഏതൊരു സുഹൃത്ത് ബന്ധവും പ്രണയബന്ധവും ഇനി ആ പ്രണയിനി നോ എന്ന് പറയുന്ന നിമിഷം നിങ്ങൾ അവരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചാൽ ഇറ്റ് വിൽ കം അണ്ടർ റേപ്പ് രാഹുൽ. പക്ഷേ റെട്രോസ്പെക്റ്റീവായി നോ പറയാൻ പറ്റില്ല. നോക്കൂ, റിട്രോസ്പെക്റ്റീവായി നോഹല്ല, അതവർക്ക് കുറ്റകൃത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ, അതൊരു കബളിപ്പിലായിരുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ, നിങ്ങൾ കൊടുത്ത പ്രോമിസ് ലംഘിക്കപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടാൽ അതൊരു കുറ്റകൃത്യമാണ് രാഹുൽ. നിങ്ങൾ അതൊരു കുറ്റകൃത്യമാകും രാഹുൽ പ്രോമിസ് ലംഘിക്കപ്പെട്ടു എന്ന് ഉറപ്പാകുമ്പോഴല്ലേ അത് കുറ്റകൃത്യമാവുന്നത്? സാർ, അവിടെയാണ് ഇതിനൊരു ചെക്ക് ആൻഡ് ബാലൻസ് വേണം. റെട്രോസ്പെക്റ്റീവായി നോ പറയാൻ കഴിയില്ല. ശരി, ഞാൻ തന്നിലേക്ക് കൂടി മടങ്ങിയെത്താം. ശരി രാഹുൽ തുടരണം.